നമസ്കാരം. 2014 കോൺഗ്രസിനേറ്റ കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം പുറത്തിറങ്ങിയ അന്തരിച്ച മുൻ വിദേശകാര്യ മന്ത്രി കെ നട്വർ സിംഗിന്റെ ആത്മകഥ ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ ചില്ലറയല്ല. നട്വർ സിംഗിന്റെ ആത്മകഥയായ വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് ആൻഡ് ഓട്ടോബയോഗ്രഫി കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ പുസ്തകമായിരുന്നു. താൻ ആത്മകഥ എഴുതണമെന്ന കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം പോലും അന്നുണ്ടായിരുന്നു. 2004 കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്ന് ആത്മകഥയിലെ 319 പേജിൽ നട്വർ സിംഗ് വെളിപ്പെടുത്തുന്നു. തന്റെ പിതാവ് രാജീവ് ഗാന്ധിയെ പോലെയോ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ പോലെയോ താനും കൊല്ലപ്പെട്ടേക്കുമെന്ന് രാഹുൽ ഗാന്ധി ഭയപ്പെട്ടിരുന്നതായും സോണിയ പ്രധാനമന്ത്രിയാകാതിരിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും ആ പദവി നിരസിക്കുന്നതായി പ്രഖ്യാപിക്കാൻ 24 മണിക്കൂർ സമയത്തിന്റെ അന്ത്യശാസനം നൽകിയെന്നും കെ നട്വർ സിംഗ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോണിയയെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും രൂക്ഷമായി വിമർശിക്കുന്ന നട്വർ സിംഗിന്റെ ആത്മകഥ കോൺഗ്രസ് പാർട്ടിയിൽ വളരെയേറെ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. സോണിയാഗാന്ധിയെ സ്വേച്ഛാധിപതിയെന്നും സ്വന്തം കാര്യം നേടാൻ എന്തും ചെയ്യുന്ന കുടില ബുദ്ധിക്കാരിയെന്നും പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 45 വർഷം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്ന നട്വർ സിംഗിനോട് വളരെ ക്രൂരമായിട്ടാണ് സോണിയ പെരുമാറിയത്. അത്തരത്തിൽ ഒരു ഇന്ത്യക്കാരനും തന്നോട് പെരുമാറിയിട്ടില്ലെന്നും പുസ്തകത്തിൽ നട്വർ സിംഗ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം പുസ്തകം എഴുതും, അപ്പോൾ നിങ്ങൾ എല്ലാം അറിയും. ഞാൻ എഴുതിയാൽ മാത്രമേ സത്യം പുറത്തു വരൂ. ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുവെന്നാണ് നട്വർ സിംഗിന്റെ ആരോപണങ്ങൾ തള്ളിയ സോണിയാഗാന്ധി പുസ്തകത്തിന് നൽകുന്ന മറുപടി. മൻമോഹൻ സിംഗ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ വമ്പൻ പരാജയമായിരുന്നു. അധികാരത്തിലിരുന്ന 10 വർഷക്കാലത്തിൽ തന്റേതായ ഒരു അടയാളപ്പെടുത്തൽ പോലും നടത്താൻ അദ്ദേഹത്തിനായില്ല. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഓർമ്മിക്കുന്ന മൻമോഹൻ സിംഗ് വികാരപ്രകടനങ്ങൾ മറക്കാൻ വിദഗ്ധനായിരുന്നുവെന്നും മുൻ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന നട്വർ സിംഗ് തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മൻമോഹൻ സിംഗ്, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നരസിംഹറാവു എന്നിവരുടെ ഭരണകാലത്തുള്ള നിരവധി സംഭവങ്ങളും നട്വർ സിംഗ് ആത്മകഥയിൽ വിശദീകരിക്കുന്നു. തന്റെ വിദേശകാര്യ മന്ത്രി സ്ഥാനം തെറിപ്പിച്ച ഇറാഖിലേക്ക് എണ്ണയ്ക്ക് പകരം ഭക്ഷണം പദ്ധതിയും അതിലുണ്ടായതായി ആരോപിക്കപ്പെട്ട അഴിമതി സംബന്ധിച്ച വോൾക്കർ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും പുസ്തകത്തിലുണ്ട്. താൻ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയും അഴിമതിയുടെ ഗുണഭോക്താവാണെന്ന് റിപ്പോർട്ടിലുണ്ടെന്നും ആത്മകഥയിൽ നട്വർ സിംഗ് വിശദീകരിക്കുന്നു. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് 2005 ഒന്നാം UPA സർക്കാരിൽ നിന്നും രാജിവെച്ച നട്വർ സിംഗ് 2006 കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു. നന്ദി.